യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ അദാനിയെ കുറ്റാരോപിതനാക്കി അദ്ദേഹത്തെ കുറ്റക്കാരൻ എന്ന് പറയുന്നു. പക്ഷേ ഇന്ത്യയിൽ ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യില്ല, അദ്ദേഹത്തെ ആക്രമിക്കില്ല എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. The Indian Constitution says treat all people in India, all regions in India, all states in India fairly. ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യതയോടുകൂടി പരിഗണിക്കണമെന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. Prime Minister of India says, regardless of what tragedy Wayanad has faced, I will not give them the support that is their due. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്താണ് പറയുന്നത്? വയനാട്ടിൽ എന്തു ദുരന്തം ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ ഞാൻ അവർക്ക് അവർ അർഹതപ്പെടുന്നത് ഞാൻ നൽകില്ല എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത്. So this is the atmosphere in which we are operating. ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ ഒരു അന്തരീക്ഷമാണ്. And in a sense, it is the feelings that you have and millions of other people have that give us confidence, that protect us. ഈ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളെ സംരക്ഷിക്കുന്നത്, ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നത് നിങ്ങളുടെ തോന്നലാണ്. അതുപോലെ നിങ്ങളെ പോലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ തോന്നലാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസവും സംരക്ഷണവും നൽകുന്നത്. It's quite interesting. They have the entire government at their disposal. അതായത് ഈ ഗവൺമെന്റിന്റെ കയ്യിൽ മുഴുവൻ ഗവൺമെന്റും ഭരണ സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ട്. They have the media at their disposal. മാധ്യമങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുണ്ട്. Money. അതുപോലെ സമ്പത്തുണ്ട്. Intelligence agencies. അതുപോലെ ഈ രാജ്യത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. CBI, ED, income tax. CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ട്. Unlimited money. അതുപോലെ തന്നെ കണക്കില്ലാത്ത അളവില്ലാത്ത സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. And we don't have any of that. We just have the feeling of the people. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അതൊന്നുമില്ല. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരങ്ങൾ, ഹൃദയം, അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. And it is surprising that the feeling of the people wins every single time. Pardon? It is surprising to me even that the feelings of the people win every single time. എന്നെക്ക് പോലും അതിശയിപ്പിക്കുന്നതാണ്. എന്നെ പോലെ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അവരുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ രാജ്യത്തെ എപ്പോഴും ജയിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരമാണ് എന്നുള്ളതാണ് എന്നെ പോലും അതിശയിപ്പിക്കുന്നത്. And I am confident that we will defeat the ideology of the BJP. എനിക്ക് ആത്മവിശ്വാസമുണ്ട്, ബിജെപിയുടെ പ്രത്യയശാസ്ത്രത്തെ നമ്മൾ പരാജയപ്പെടുത്തും എന്ന കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. I am Priyanka's elder brother. ഞാൻ പ്രിയങ്കയുടെ മൂത്ത സഹോദരനാണ്. And I am talking to my family. ഞാൻ ഇവിടെ എൻ്റെ കുടുംബാംഗങ്ങളോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. So I will take the liberty of giving her some advice in front of you. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ സഹോദരിക്ക് കുറച്ച് ഉപദേശം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം എടുക്കുകയാണ്. I know she knows this already, but I'll say it anyway. എനിക്കറിയാം എൻ്റെ സഹോദരിക്ക് ഇത് ഇപ്പൊ തന്നെ അറിയാം, പക്ഷെ ഞാൻ എന്തായാലും അത് പറയാൻ പോവുകയാണ്. That in whatever decision you take, the guide should always be the people of Wayanad. എന്ത് തീരുമാനം നിങ്ങൾ എടുത്താലും എൻ്റെ സഹോദരിയോട് ഞാൻ പറയുകയാണ്, അതിൽ നിങ്ങളുടെ മാർഗദർശി, വഴികാട്ടി എന്ന് പറയുന്നത് വയനാട്ടിലെ ജനങ്ങളായിരിക്കണം. There are many people who claim to have knowledge, bureaucrats, big officers, but true knowledge always resides with the people. ഇവിടെ ഒരുപാട് ആളുകൾക്ക് അറിവുള്ള ഒരുപാട് ആളുകളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ബ്യൂറോക്രാറ്റുകളുണ്ട്. പക്ഷേ യഥാർത്ഥ അറിവെന്ന് പറയുന്നത് എപ്പോഴും ഉള്ളത് ജനങ്ങളിലാണ്. ജനങ്ങൾക്കാണ് യഥാർത്ഥ അറിവുള്ളത്. You want to understand about rice, go to a farmer. നിങ്ങൾക്ക് നെല്ലിനെ പറ്റി അറിയണം, അരിയെ പറ്റി അറിയണം, നിങ്ങൾ ആരുടെ അടുത്തേക്ക് പോകണം? ഒരു കർഷകന്റെ അടുത്തേക്ക് പോകണം. You want to understand the market, go to a shopkeeper. നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച്, വിപണിയെ കുറിച്ച് അറിയണം, നിങ്ങൾ ഒരു കച്ചവടക്കാരന്റെ അടുത്തേക്ക് പോകണം. You want to understand the school system, go to the children, go to the teachers, go to the headmasters. നിങ്ങൾ ഒരു സ്കൂൾ സംവിധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾ കുട്ടികളുടെ അടുത്തേക്ക് പോകും, നിങ്ങൾ അധ്യാപകരുടെ അടുത്തേക്ക് പോകും, നിങ്ങൾ ഹെഡ് മിസ്ട്രസിന്റെ അടുത്തേക്ക് പോകണം. And I'm sure that she's going to do that. She's going to go to all of you and listen to you. എനിക്കറിയാം എൻ്റെ സഹോദരി തീർച്ചയായിട്ടും അത് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ സഹോദരി നിങ്ങളുടെ എല്ലാവരുടെയും അടുത്തേക്ക് വന്ന് നിങ്ങളെ കേൾക്കാൻ പോവുകയാണെന്ന് എനിക്കറിയാം. Understand what is disturbing you, understand what is making you happy, understand what is frightening you. നിങ്ങളെ എന്താണ് ബുദ്ധിമുട്ടിക്കുന്നത്, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എന്താണ്, നിങ്ങളെ പേടിപ്പിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ എൻ്റെ സഹോദരി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് എനിക്കറിയാം. And respect the millions of people
whose feeling has sent you to the Lok Sabha in the first place. അതുമല്ല, നിങ്ങളെ എൻ്റെ സഹോദരിയെ ലോക്സഭയിലേക്ക് അയച്ച ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയവികാരങ്ങളെ ബഹുമാനിക്കുക എന്നതും എൻ്റെ സഹോദരി ചെയ്യും. അതും ഉപദേശമായി ഞാൻ പറയുകയാണ്. And I have said it many times that she is your official member of parliament, I am your unofficial member of parliament. ഞാൻ നിങ്ങളോട് ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സഹോദരി ഇന്ത്യൻ പാർലമെന്റിലെ നിങ്ങളുടെ ഔദ്യോഗിക ജനപ്രതിനിധിയാണ്, പക്ഷേ ഞാൻ നിങ്ങളുടെ അനൗദ്യോഗിക ജനപ്രതിനിധിയാണ്. Only Wayanad has this, no other constituency has this. വയനാട്ടിന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു നിയോജക പാർലമെന്റ് മണ്ഡലത്തിലും ഇങ്ങനെ 2 ജനപ്രതിനിധികളില്ല. And so if you need something repeated, I am always there to do so. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ട്. Thank you very much and all my love to every single person in Wayanad. വളരെയധികം നന്ദി. വയനാട്ടിലെ ഓരോ വ്യക്തിക്കും എൻ്റെ എല്ലാ സ്നേഹവും. UDF, LDF, everybody. UDF ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ LDFന്റെയും എല്ലാ പ്രവർത്തകർക്കും എൻ്റെ നന്ദി. It was an honor for me to be your member of parliament. നിങ്ങളുടെ ഇന്ത്യൻ പാർലമെന്റിലെ നിങ്ങളുടെ ജനപ്രതിനിധി ആയിരിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദരവായിരുന്നു. Namaskar. നമസ്കാരം. വയനാടിൽ നിന്നും ചരിത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ MP ആയി സത്യപ്രതിജ്ഞ ചെയ്ത് നന്ദി പറയാൻ ഇവിടെ എത്തിയ അഭിവന്ധിയായ പ്രിയങ്ക ഗാന്ധിയെ ഈ സദസ്സിനെ അഭിമുഖം സംസാരിക്കുവാൻ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. My dearest sisters and brothers, my elder brother Shri Rahul Gandhi, Shri K.C. Venugopal ji, Shri V.D. Satishan ji, Shri Murli Dharan ji, Shri Siddiqui ji, Shri Praveen Kumar ji, Shri Cheria Mohammad ji, Shri Qasim ji, Shri A.P. Anil Kumar ji. I welcome all of you to this meeting. വേദിയിലിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും എല്ലാ നേതാക്കളെയും നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. And first of all, I thank all of you from the deepest place in my heart for bringing me here today and for making me your member of parliament. ആദ്യമായിട്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഇന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നതിനും നിങ്ങളുടെ ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിലെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. As you know, and I said in my very first speech here, it has been 35 years since I have been campaigning for elections. This is the first election I stood for my own election. ഞാൻ നിങ്ങളോട് ഇവിടെ വന്ന് പ്രചരണം തുടങ്ങിയ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ 35 വർഷങ്ങളായി ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പാണ് ആദ്യമായി ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പാണ്. In these 35 years, I must have met millions of people in these campaigns, interacted with many crowds. ഈ 35 വർഷങ്ങളിൽ ഈ പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഒരുപാട് ജനക്കൂട്ടങ്ങളുമായി ഇടപഴകുകയും ലക്ഷക്കണക്കിന് ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. But I just want to say to you that I remember each one of you who has waited for me here in Wayanad. I remember each one of your faces. I remember each child, every mother, every sister, every brother, everyone who has come to greet me. Everyone who has waited for me on the side of the streets, outside their houses, brought me a flower, given me a hug, given me a kiss. I remember each one of you. പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ഈ പ്രചരണത്തിൽ ഇവിടെ കണ്ടുമുട്ടിയ വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരെയും, ഓരോ കുഞ്ഞിനെയും, ഓരോ അമ്മയും, ഓരോ മകനെയും, ഓരോ സഹോദരനെയും, ഓരോ സഹോദരിയെയും, വീടിന് പുറത്തെന്നെ കാത്തു നിന്നവരെയും, എനിക്കുമായി പൂക്കൾ കൊണ്ട് കാത്തു നിന്നവരെയും, എന്നെ കെട്ടിപ്പിടിച്ചവരെയും, എന്നെ കുമ്മ തന്നവരെയും ഓരോ മുഖവും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And truly from my heart I thank each one of you for what you have given me. യഥാർത്ഥത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ എനിക്ക് എന്ത് നൽകിയോ അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. And the value of what you have given me lies in your love and in your trust. നിങ്ങൾ എനിക്ക് എന്താണോ നൽകിയത് അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത്, ആ മൂല്യം നിലനിൽക്കുന്നത് നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ്.
I am in parliament for you. ഞാൻ ഇന്ത്യൻ പാർലമെന്റിലുള്ളത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. It is your voice that I will raise. It is your problems that I will try to resolve. It is your beliefs, your values, your hopes and your aspirations that I will stand for each and every day from now until the end. ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നു മുതൽ അവസാനം വരെയുള്ള എല്ലാ ദിവസവും ഞാൻ ഉയർത്തുന്നത് നിങ്ങളുടെ ശബ്ദമായിരിക്കും, നിങ്ങളുടെ ആവശ്യങ്ങളായിരിക്കും, നിങ്ങളുടെ അഭിലാഷങ്ങളായിരിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും, നിങ്ങളുടെ ചിന്തകളായിരിക്കും. എല്ലാ ദിവസവും ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്താൻ പോവുക. Today is 4 months since the landslide in Churamala and Mundakai. ഇന്ന് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിട്ട് 4 മാസങ്ങളായി. It is 4 months since my brother and I came here and met the victims of the landslide. അവിടുത്തെ ദുരിതബാധിതരെ ഞാനും എൻ്റെ സഹോദരനും ഇവിടെ വന്ന് കണ്ടിട്ട് ഇന്ന് 4 മാസങ്ങളായി. I have spoken about it many times. അതിനെപ്പറ്റി ഞാൻ മുമ്പ് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. But today I want to say that it has been an inspiration for me to see how Wayanad came together, to see how all those people who had lost so much in their lives continued to stand up, continued to fight, and went ahead with their lives no matter what had happened. ഇന്ന് ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെയാണ് എല്ലാം നഷ്ടപ്പെട്ടിട്ടും വയനാട്ടിലെ ആളുകൾ ഒരുമിച്ച് നിന്നത്, ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ, ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ അവരെ എങ്ങനെയാണ് പരിശ്രമിച്ചത് എന്നത് എനിക്കൊരു വലിയ പ്രചോദനമാണെന്ന് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. I made 2 little friends when I came here that day. അന്ന് ഞാൻ വന്നപ്പോൾ ഒരു രണ്ട് ചെറിയ സുഹൃത്തുക്കളെ ഞാൻ അന്ന് കണ്ടു. One is a young girl called Lavanya who lost her whole family. മുഴുവൻ കുടുംബത്തെ നഷ്ടപ്പെട്ട ലവാനിയ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു ഒരാൾ. And one is a young boy called Muhammad Hani who also lost his whole family and tried his best to save them. Only his grandmother was left as a survivor with him. മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു പയ്യനെ ഞാൻ കണ്ടു. കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടു. അദ്ദേഹം ആ കുട്ടി എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിച്ചു, പക്ഷേ മുത്തശ്ശിയെ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. And I want to share with you that while I was campaigning in the election, I was thinking I want to send something for Hani and for Lavanya, but of course in the election we are not allowed to. So I thought after the election I'll send something small. I sent Hani a message on WhatsApp and I asked him, do you like soccer? I thought maybe I'll send him some soccer shoes or something. ഞാൻ തെരഞ്ഞെടുപ്പ് ആ സമയത്ത് തന്നെ അവരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണമെന്ന്. പക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, ആ സമയത്ത് പ്രചരണ സമയത്തൊന്നും പറ്റിയില്ല. പക്ഷെ ഞാൻ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഹാനിയേക്ക് അയച്ചു, ഫുട്ബോൾ ഇഷ്ടമാണോ? ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫുട്ബോളിനുള്ള ഷൂകളോ എന്തെങ്കിലും അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. He said, no, I don't play much soccer. So I said, what do you do then? What are your hobbies? അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞില്ല, ഞാൻ ഫുട്ബോളൊന്നും കളിക്കാറില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് വിനോദങ്ങൾ, എന്താ ചെയ്യുന്നതൊക്കെ ഞാൻ ഹാനിയോടുത്ത് ചോദിച്ചു. And he didn't reply. So after some hours, after I finished all my meetings and road shows for the day, when I picked up the phone, I saw that there was a reply from him and I looked at it and he had replied, my hobby is helping people. ആദ്യം ഞാൻ ഫുട്ബോൾ ഷൂസൊക്കെ ഒന്ന് വേണമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി മറുപടി തന്നില്ല. കുറേ നേരം മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രചരണം എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്ന് ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വാട്സപ്പിൽ ആ മറുപടി ഉണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞ എന്താണെന്നറിയോ, എൻ്റെ വിനോദം എന്ന് പറയുന്നത് ആളുകളെ സഹായിക്കുന്നതാണ്. And I thought to myself, here is this child who has tried to save his mother for 6 hours from the floods and failed. Here is this child who has lost every single member of his family, and he is telling me that his hobby is helping other people who are suffering. ഞാനപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഇവിടെ ഒരു കുട്ടി, ആ കുട്ടി 6 മണിക്കൂർ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെടുക്കാൻ പറ്റിയില്ല. കുടുംബാംഗങ്ങളെ മുഴുവൻ നഷ്ടപ്പെട്ടു. ആ കുട്ടി എന്നോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ വിനോദം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കലാണെന്ന്. Those words of Hani are a talisman for me. I have written them in my heart. ആ ഹാനിയുടെ ആ വാക്കുകൾ എന്ന് പറയുന്നത് എൻ്റെ രക്ഷാ കവചമാണ്. ആ വാക്കുകൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. Because this child of Wayanad, one of you, is showing me the way ahead. കാരണം വയനാട്ടിലെ ഈ കുട്ടി, നിങ്ങളിൽ ഒരാൾ മുൻപോട്ട് പോകാനുള്ള വഴി എനിക്ക് കാണിച്ചു തരികയാണ്. In many ways, the political challenges we face today are like that landslide.
പല അർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഇവിടെ നടന്ന ആ മണ്ണിടിച്ചിൽ പോലെയാണ്. There are no rules. ഒരു നിയമങ്ങളുമില്ല, There is no explanation. പലതിനും വിശദീകരണങ്ങളുമില്ല. And the behavior of the ruling party, the behavior of the BJP knows no democratic norms, no norms that we normally would adhere to in a political fight. ബിജെപിയുടെ പെരുമാറ്റത്തിൽ യാതൊരു ജനാധിപത്യ മര്യാദയുമില്ല. ഒരു രാഷ്ട്രീയ യുദ്ധത്തിൽ, രാഷ്ട്രീയ പോരാട്ടത്തിൽ പാലിക്കേണ്ട ഒരു ജനാധിപത്യ മര്യാദയും അവർ പാലിക്കുന്നില്ല. Institutions are destroyed. നമ്മുടെ രാജ്യത്തെ സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Even our basic faith in the electoral process, in other institutions that held our country together, wavers. ഇപ്പൊ നമ്മളുടെ രാജ്യത്തെ അടിസ്ഥാനപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള നമ്മുടെ അടിസ്ഥാന വിശ്വാസം, അതുപോലെ നമ്മളെ സംരക്ഷിക്കുന്ന പല സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം, ഇതൊക്കെ ഇപ്പോ ചഞ്ചലപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. And just like Hani's fight is for the basic, for his life to go on from day to day, our fight is for the basis on which our country was built. It is for the basic values of our constitution. എങ്ങനെയാണോ ഹാനിയുടെ പോരാട്ടം എന്ന് പറയുന്നത് ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ വേണ്ടിയുള്ളതാണോ, അതുപോലെ നമ്മുടെ ഇന്നത്തെ പോരാട്ടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നിലനിർത്തുന്ന അടിസ്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. And we require the same kind of courage, the same kind of strength, the same kind of tenacity. അത് മാത്രമല്ല, നമുക്ക് അതേപോലെയുള്ള കരുത്ത് വേണം, അതുപോലെയുള്ള ധൈര്യം വേണം, അതുപോലെ പോരാടാനുള്ള വീര്യം നമുക്ക് വേണം. When I came here during the election, I told you that you gave my brother strength, that I as his sister could see how much courage he got from you. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എത്രമാത്രം കരുത്താണ് എൻ്റെ സഹോദരന് നൽകിയത്. ഒരു സഹോദരി എന്ന നിലയിൽ എനിക്ക് കാണാൻ പറ്റി എത്രമാത്രം നിങ്ങൾ അദ്ദേഹത്തിന് കരുത്ത് നൽകിയെന്ന്. By making me a member of parliament, by showing me your love, by giving me your support, you are also giving me your strength, and you are also giving me courage. അതുമാത്രമല്ല, ഇന്ന് നിങ്ങളുടെ ജനപ്രതിനിധിയായി നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതിലൂടെ, നിങ്ങളുടെ പിന്തുണ എനിക്ക് നൽകുന്നതിലൂടെ, നിങ്ങളുടെ സ്നേഹം എനിക്ക് നൽകുന്നതിലൂടെ നിങ്ങൾ എനിക്കും നിങ്ങളുടെ ധൈര്യം നൽകുകയാണ്, നിങ്ങളുടെ കരുത്ത് എനിക്ക് നിങ്ങൾ നൽകുകയാണ്. I am here to learn from you. I am here to understand your problems in depth. ഞാൻ നിങ്ങളിൽ നിന്ന് പഠിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആഴത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടെ ഉള്ളത്. Of course, I know about the night ban. I know about the man-animal conflict, the need for health services, the need for better educational institutions. But I am now here to fight for all of this, to work with you, to understand them properly from you. I will come to you. I will come to your houses. I will meet with you. The doors